ഇന്റലിജൻസിന്റെ അടുത്ത തിയറിയാണ് സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറി എന്ന് പറയുന്നത്. സ്റ്റേൺബർഗിന്റെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറയുന്നു അഡാപ്റ്റ് ചെയ്യാനുള്ള, എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യാനുള്ള, അതിനായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവാന്നൊക്കെ. അപ്പോൾ ഇദ്ദേഹം അത്തരം ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വരുന്ന ഒരു തിയറി ആയിട്ട് നമുക്ക് കൂട്ടാം. ഇദ്ദേഹം കണ്ടിരുന്നത് നമുക്ക് ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ റിയൽ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം നന്നായി പെർഫോം ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് എത്രത്തോളം നന്നായി സക്സസ്ഫുൾ ആവാൻ പറ്റും, അതിനൊക്കെ ബേസ് ആണ് അത്, അല്ലെങ്കിൽ അതിനൊക്കെ സഹായിക്കുന്ന എന്തോ ഒന്നാണ് ഇന്റലിജൻസ് എന്നുള്ള രീതിയിലാണ് സ്റ്റേൺബർഗ് കണ്ടിരുന്നത്. അപ്പൊ അത്തരം ഒരു കാഴ്ചപ്പാടിന് വന്ന തിയറിയാണ് അല്ലെ ട്രയാർക്കിക് അപ്രോച്ച് എന്ന് പറയും. ട്രൈ എന്ന് പറഞ്ഞാൽ എന്താ, 3 എന്നാണ് അർത്ഥം വരിക അല്ലെ. സ്റ്റേൺബർഗ് ഇന്റലിജൻസിനെ 3 ആസ്പെക്റ്റ് ആയിട്ട് തരംതിരിച്ചു. ആദ്യത്താണ് അനലിറ്റിക്കൽ അല്ലെങ്കിൽ കോമ്പോണൻഷ്യൽ എന്നൊക്കെ പറയും. ഇത് എന്താ, പേരിൽ തന്നെ ഉണ്ട്, അനലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു സാധനത്തെ ക്രിറ്റിക്ക് ചെയ്യാനുള്ള ഒക്കെ ഉള്ള ഇന്റലിജൻസിനെയാണ് അദ്ദേഹം അനലിറ്റിക്കൽ അല്ലെങ്കിൽ കോമ്പോണൻഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിച്ചത്. ഇതിലെന്താ, പൊതുവെ നമ്മൾ അക്കാദമിക് ആയിട്ട് നന്നായി പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അക്കാദമിക് പൊട്ടൻഷ്യൽ നന്നായി മാർക്ക് വാങ്ങുന്ന അത്രയും കുട്ടികളൊക്കെ അധികം അനലിറ്റിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ കോമ്പോണൻഷ്യൽ ഇന്റലിജൻസിൽ നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികളായിരിക്കും. അടുത്തതാണ് ക്രിയേറ്റീവ് ഇന്റലിജൻസ്. ക്രിയേറ്റീവ് ഇന്റലിജൻസ് നമ്മൾ എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ എന്തായിരിക്കും ക്രിയേറ്റീവ്? ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എന്താ പറയുക, ഭാവനയിൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ, പുതുതായൊരു സാധനം ഉണ്ടാക്കാൻ, പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ഒരു സാധനം ഇൻവെന്റ് ചെയ്യാൻ, ഡിസ്കവർ ചെയ്യാൻ, ഇതിനൊക്കെയുള്ള ഇന്റലിജൻസിനെയാണ് ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്ന് സ്റ്റേൺബർഗ് വിളിച്ചത്. മൂന്നാമത്തെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ മൂന്നാമതാണ് സ്റ്റേൺബർഗിന്റെ ഐഡിയ എന്ന രീതിയിൽ ഇതിനെ സ്പെഷ്യൽ ആക്കുന്നത്. എന്താ, പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എന്താ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റൽ ഇന്റലിജൻസ് പറഞ്ഞാൽ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ സ്റ്റേൺബർഗിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ എത്രത്തോളം സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഓരോ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റൽ ഇന്റലിജൻസ് പറയുമ്പോൾ ഓരോ കോണ്ടെക്സ്റ്റ് വരുന്നതനുസരിച്ച് ആ ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമുക്ക് പെരുമാറാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് ഡിസിഷൻസ് മേക്ക് ചെയ്യാനും ഒക്കെയുള്ള കഴിവിനെ ഒക്കെയുള്ള ഇന്റലിജൻസിനെ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ അഥവാ കോണ്ടെക്സ്റ്റൽ ഇന്റലിജൻസ് എന്ന് വിളിച്ചു. ഇങ്ങനെ 3 ആസ്പെക്റ്റ് ആയിട്ട് ഇന്റലിജൻസിനെ തരംതിരിക്കുന്നതാണ് സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറി എന്ന് പറയുന്നത്. ഇന്റലിജൻസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തിയറിയാണ് ഗാർഡനറിന്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇന്റലിജൻസ് എന്താന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ വരുന്ന ഒരു വലിയ ഡിബേറ്റ് ആണ്. ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടറാണോ, ജനറൽ ഫാക്ടർ എന്ന ഒറ്റ സംഭവമാണോ, അതോ അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല പല കാര്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു സാധനമാണോ ഇന്റലിജൻസ് എന്നുള്ളത്? അപ്പോൾ അങ്ങനെ ഒരു ഡിബേറ്റിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു തിയറിയാണ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ തിയറി എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ തേഴ്സ്റ്റന്റെ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ആയിട്ടുള്ള തിയറികളാണെങ്കിൽ പോലും അതിലൊക്കെ ജനറൽ ഫാക്ടറിന് ഇവർ ഓരോ മെന്റൽ എബിലിറ്റിയും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ജനറൽ ഫാക്ടറിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഒരു ജനറൽ ഫാക്ടർ എന്തായാലും ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷെ ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള അങ്ങനെ കോറിലേഷൻ വളരെ കുറവായിട്ടുള്ള ഓരോ ഇന്റലിജൻസിന്റെ ഭാഗങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് അത് നോക്കാം. ആദ്യത്തെ ലോജിക്കൽ മാത്തമാറ്റിക്കൽ, പേര് തന്നെ ഉണ്ട് അല്ലെ, ലോജിക്കലായിട്ടും മാത്തമാറ്റിക്കലായിട്ടും നമ്പേഴ്സ് വെച്ചിട്ടൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഇന്റലിജൻസ്. രണ്ടാമത്തോ ലിംഗ്വിസ്റ്റിക്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനുള്ള, നമുക്ക് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ, കഥ എഴുതാൻ, കവിത എഴുതാൻ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് കഥ പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണല്ലേ, ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. അപ്പൊ അതൊക്കെ എന്താണ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിന്റെ ഭാഗമാണ്.
അടുത്തതാണ് ഇന്റർപേഴ്സണൽ. ഇന്റർപേഴ്സണൽ പറഞ്ഞാൽ പേഴ്സൺസിന്റെ ഇടയിൽ, ആളുകളുടെ ഇടയിലുള്ള എന്തൊക്കെയോ നടക്കുന്നതിനുള്ള ഇന്റലിജൻസ്. എന്തൊക്കെയാ ഉണ്ടാവുക? ഒരാളുടെ ഫീലിങ്സ്, മറ്റൊരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരുടെ മോട്ടീവ്സ് മനസ്സിലാക്കാൻ, അവരുടെ ഉദ്ദേശങ്ങൾ എന്താ, അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയാണ് എന്ത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് അവനാന്റെ കാര്യത്തിലാണെങ്കിലോ അവനാന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ അവനാന്റെ അവസ്ഥ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതാണ് എന്ത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇനി അടുത്താണ് ബോഡി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതെന്താ? നമ്മുടെ ബോഡി, നമ്മുടെ മസിൽസ്, ഇത്തരം കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഇന്റലിജൻസ്, അല്ലെങ്കിൽ അത് കൃത്യമായി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള കഴിവാണ് ബോഡിലി കൈനസ്തെറ്റിക് സ്കിൽസ് എന്ന് പറയുന്നത്. ഈ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക് പൊതുവെ നല്ല ആക്ടേഴ്സ് ആവാനും ഡാൻസേഴ്സ് ആവാനൊക്കെ കഴിയാറുണ്ട്. ആറാമത്തെ ഒരു സംഭവമാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിച്ച്, ടിംബർ, ടോൺ, ഈ കാര്യങ്ങളൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും അതിന്റെ സിമിലാരിറ്റീസ് മനസ്സിലാക്കാനും അതേപോലെ താളബോധം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മ്യൂസിക്കൽ ഇന്റലിജൻസിൽ വരുന്നത്. അടുത്തതാണ് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. എന്താ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്? ഒരു 3D സ്പേസ്, നമ്മൾ ജീവിക്കുന്ന 3D സ്പേസ് ആണല്ലേ, ആ സ്പേസിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതായത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സാധനത്തിന് പിന്നിൽ എന്തായിരിക്കും, അങ്ങനത്തെ നമ്മൾ കാണാത്തത് പക്ഷെ നമ്മൾ ഏകദേശം ആ ഡിസ്റ്റൻസ് വെച്ച് ചോദിക്കുക, അങ്ങനെ നമ്മൾ ലീവ് ചെയ്യുന്ന ആ ഒരു സ്പേസിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധേഡാണ് അല്ലെങ്കിൽ എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്. നമ്മൾ ഈ പണ്ട് ബാലരമയില് ചുട്ടുമുയല് വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു വഴി കണ്ടുപിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ളതിന്റെ ഗുണമാണ്. എട്ടാമത്തെ ഒന്നാണ് നാച്ചുറലിസ്റ്റിക്. എന്താ നാച്ചുറലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയിലുള്ള സാധനങ്ങൾ, ചെടികളായാലും മൃഗങ്ങളായാലും അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാനും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെയുള്ള കഴിവിനാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഈ കഴിവുള്ള ആളുകൾ പൊതുവെ നല്ല കൃഷിക്കാര് അല്ലെങ്കിൽ ബോട്ടണിസ്റ്റ്, അതേപോലെ തന്നെ മൃഗങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാര്, ഇങ്ങനത്തെ രീതിയിലൊക്കെ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് പോവാം. അപ്പോ ഈ 7 തിയറിയാണ് അല്ലെങ്കിൽ ഈ 7 ഇന്റലിജൻസ് ആണ് ആദ്യം ഗാർഡനർ പറഞ്ഞത്. പിന്നെയാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ചേർക്കുന്നത്. അങ്ങനെ അവസാനം ചേർത്ത് ഒന്നുകൂടി ഉണ്ട് എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയും. അങ്ങനെ ഇപ്പൊ നിലവിൽ ഹോവേർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിലെ 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഉള്ളത്. ഇത്രയാണ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ പറയുന്നത്. ഇന്റലിജൻസിൽ നമുക്ക് അവസാനം പഠിക്കാനുള്ള തിയറിയാണ് ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ തിയറി. ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ ഇതുവരെ പഠിച്ച തിയറികളൊക്കെ പല ഇന്റലിജൻസിന് പല ആസ്പെക്ട് പറഞ്ഞാലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇന്റലിജൻസുമായിട്ട് വലിയ പ്രാധാന്യം കൊടുത്ത് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇമോഷനുമായി ബന്ധപ്പെട്ട് വളരെ അതിനൊരു ആസ്പെക്ട് ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്റലിജൻസിലെന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഗോൾമാൻ. ഗോൾമാന്റെ അഭിപ്രായത്തിൽ ഇമോഷണൽ ഇന്റലിജൻസിനെ അദ്ദേഹം 5 തരം തിരിച്ചു. ആദ്യത്തെയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞു. സെൽഫ് അവെയർനെസ് എന്താ? അവനവന്റെ തോട്ട്സിനെ കുറിച്ചും ഫീലിങ്സിനെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചുമുള്ള ബോധം. അവനവന്റെ തോട്ട്സിനെ കുറിച്ചും ഫീലിങ്സിനെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു അവെയർനെസ്സിനെയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ? സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞ് അവനവന്റെ ഇമോഷൻസിനെയും ഇമ്പൾസസിനെയും റെഗുലേറ്റ് ചെയ്യുക പറഞ്ഞാൽ മാനേജ് ചെയ്യുക. അവനവന്റെ ഇമോഷൻസിനെയും
ഇമ്പൾസസിനെയും മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ലിനെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടാസ്കോ അല്ലെങ്കിൽ ഒരു ഗോളോ ഒക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു താല്പര്യം വേണം അല്ലേ? അങ്ങനെ ടാസ്കോ ഗോളോ ഒക്കെ അച്ചീവ് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന താല്പര്യം, നമുക്ക് ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇത് നേടണം, ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന താല്പര്യത്തെയാണ്, ചെയ്യാനുള്ള ബോധത്തിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുക. അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്. അടുത്താണ് എംപതി. എംപതി പറഞ്ഞാൽ എന്താ? മറ്റുള്ള വ്യക്തികളുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കി അവരുടെ, സിംപ്ലി പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് അവരിതിനെ എങ്ങനെ കാണുന്നുണ്ടാവും എന്ന് നോക്കിക്കാണാനുള്ള കഴിവാണ് എന്ത്? എംപതി എന്ന് പറയുന്നത്. പിന്നെ അവസാനത്തെ സോഷ്യൽ സ്കിൽസ്. അതായത് ഒരു സോഷ്യൽ സെറ്റിങ്സ് നമ്മൾ ഒരുപാട് ഇന്ററാക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് ആളുകളായിട്ട് നമ്മൾ ഇടപഴകും, സംസാരിക്കും, കളിക്കും, ചിരിക്കും. ഇതിനൊക്കെ ഉള്ള ഒരു സ്കില്ലും നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനും അതിനൊക്കെയുള്ള സ്കിൽസിനെയാണ് സോഷ്യൽ സ്കിൽസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളുണ്ട്: സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി, സോഷ്യൽ സ്കിൽസ്. ഈ 5 കാര്യങ്ങളാണ് ഗോൾഡ്മാൻ്റെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് ഗോൾഡ്മാൻ പറയുന്നത്. ഇതോടുകൂടി നമ്മൾ ഇന്റലിജൻസിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു. ഇത്രയുമാണ്. ഇന്റലിജൻസിന്റെ തിയറികൾ പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു, നാച്ചുറൽ പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഇന്റലിജൻസിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്.